ഞാനിപ്പം BJP ചേർന്നുകൊണ്ട് BJP ചെയ്തിട്ടുള്ളതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഓരോ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കി കടന്ന് കാണാൻ ഞാൻ എനിക്ക് ഒരു മടിയിൽ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയാം. ഞാൻ കളവ് പറയാറുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ കോഴിക്കോട് ഇലക്ഷന് നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് BJPയുടെ സ്ഥാനാർത്ഥി ആരാ? MD രമേശ്. അങ്ങേരെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? ഒരു മാന്യനായ സ്വാത്വികനായ മനുഷ്യൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുക. അങ്ങേര് ജയിച്ചാൽ കോഴിക്കോട് ഈ 15 കൊല്ലം കൊണ്ടുണ്ടായ നഷ്ടം കൂടി നികത്താൻ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മോഡി ഗ്യാരണ്ടി വിശ്വസിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിനകത്ത് കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എൻ്റെ അഭിപ്രായം പറയണ്ടേ? അതാണ് പറയുന്നത്. അവിടെ ഒരു സംശയം വേണ്ട. അപ്പോൾ കേരളത്തിൽ ഇത്തവണ നിങ്ങൾ ആര് എന്തെല്ലാം ചിന്തിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, BJP അക്കൗണ്ട് തുറക്കും. ഒരു സംശയം വേണ്ട. എഴുതിയിട്ടോ. ഞാൻ ഇനി വരും ഇവിടെ, നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പം ഞാൻ ഇവിടെ വരാം. നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ വന്നേക്കാം. ഇവിടെ വരുമ്പോഴല്ലേ നിങ്ങൾക്ക് കുഴപ്പം. അങ്ങോട്ട് വരാം. അവിടെയാളെ വന്നുകൊണ്ടിരുന്നത് അത് പറയാം. ഈ 26-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നോക്കിക്കോളൂ നിങ്ങൾ, BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. എഴുതിയിട്ടോ നിങ്ങൾ? BJP നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവും. കാരണം നിർണായകമായ വോട്ട് കാണും. ഇത് പുള്ളിയെ കൊണ്ട് യോജിപ്പിക്കേണ്ട കാഴ്ച കോട്ടയം. കോട്ടയം നിങ്ങളിങ്ങോട്ട് ചോദിച്ചാൽ അയാളെ പാവത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണം. എനിക്ക് അങ്ങനൊന്നും പേടിക്കണ്ട. അതുകൊണ്ട് 2029 ഓൾ ഇന്ത്യ ബേസിൽ ഒരു പുതിയ ഇലക്ഷൻ നടക്കാൻ പോവാം. ആ 29 ഇലക്ഷനിൽ BJP ഒറ്റയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളം ഭരിക്കും. ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കൂട്ടത്തിൽ കാണും. ഉണ്ടാവും. അത് പറയാൻ പറ്റില്ല. ഞാനിതൊന്നും അങ്ങനെയാണ് അച്യുതാനന്ദൻ കൊടുത്ത് എനിക്ക് മന്ത്രിയാകാൻ പറ്റില്ലായിരുന്നു. അച്യുതാനന്ദൻ നിർബന്ധിച്ച് ആയില്ലല്ലോ. എനിക്ക് വേണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രി, ഞാൻ ഒരു സ്ഥാനം നോക്കി നടക്കുന്നവനല്ല. നിങ്ങൾ ആദ്യം പഠിക്കുക. VS എന്നെ നിർബന്ധിച്ചും എല്ലാ പത്രത്തിൽ എല്ലാവർക്കും വന്നതല്ലേ. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി നിർബന്ധിച്ചല്ലേ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് വേണ്ടെന്നല്ല, ഞാൻ സ്ഥാനം നോക്കി വന്നതല്ല. ഇപ്പം BJP ചേർന്നു, ഒരു സ്ഥാനവും ചോദിച്ചിട്ടില്ല, ഒരു റിമാൻഡും ഇല്ലാതെ ചേർന്നു. എനിക്കോ? എൻ്റെ പറഞ്ഞ ഇനി നിനക്കല്ല, ലോകത്താരും ഇതിന് കൂളത്തരം പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഞാൻ ചോദിക്കാത്ത എനിക്ക് സീറ്റ് എങ്ങനെ കിട്ടും? നിങ്ങൾ എന്തിനു മണ്ടത്തരമായി പറയുന്നു? ഞാൻ അവൻ പറഞ്ഞ അവനെ സ്ഥാനാർത്ഥികൾ ഞാൻ പറഞ്ഞു. കാരണം എനിക്കെതിരില്ല, ഞാൻ നിൽക്കാൻ ആഗ്രഹിച്ചില്ല. ഒരു സംശയമുണ്ട്. ഇപ്പം ആ ഫോൺ വിളിച്ച് എൻ്റെ വീട്ടോട്ട് എൻ്റെ പെമ്പളയുടെ നമ്പർ ഞാൻ ചോദിച്ചു പറഞ്ഞു തരും. എങ്ങനെ ആർക്കറിയാം? ജനം വോട്ട് ചെയ്തിട്ടില്ല. അടുത്ത ജൂൺ 4-ാം തീയതി 5-ാം തീയതി പറയാം. അങ്ങനെ പോയേ ഞാൻ മാറി ഉടനെ BJP പോകും. ഇതാര് പറഞ്ഞു തരും മടയത്തരമൊക്കെ? അത് സാരമില്ല. നീ അങ്ങനെ ഇതിപ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ BJP എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അതങ്ങനെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ്. VC പ്രധാനമന്ത്രി ആയില്ല. അല്ല, മോദി അവിടെ നിങ്ങൾ പഠിച്ചോ? എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഒരു പത്രക്കാരനല്ലേ, ഞാൻ പറഞ്ഞു തരണോ? മോദി കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ക്യാബിനറ്റ് കൂടിയിട്ട് എന്താ പറഞ്ഞത്? ഈ ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് ഉണ്ടായാൽ 100 ദിവസത്തിന് നടപ്പാക്കുന്ന പരിപാടി അനൗൺസ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. ആരോട്? മുഴുവൻ മന്ത്രിമാരോട്. മനസ്സിലായില്ലേ? മോദി ആ കേൾക്കുമ്പോൾ ഒരു സുഖമില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് സുഖം ഉണ്ടായില്ല. നിങ്ങളുടെ മനസ്സ് മോശം. അതുകൊണ്ടാണ്. നല്ല മനസ്സുള്ളവർക്ക് സുഖം തോന്നും. ആരുടെ വ്യക്തികേന്ദ്രമല്ലേ? കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അതുകൊണ്ട് വ്യക്തികേന്ദ്രമാണ്. അങ്ങനെ വ്യക്തിത്വം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നയിക്കുന്ന ഒരു നേതാവുണ്ടാവും. ആ നേതാവിൻ്റെ കീഴിൽ തന്നെയായിരിക്കും ബാക്കിയുള്ളവർ. BJPയിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങേർക്കിട്ട് പാര വെക്കാൻ ആളില്ല. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കിട്ട് പാര വെക്കാൻ കോൺഗ്രസ്സുകാരുണ്ട്. പിണറായി വിജയനിട്ട് പാര വെക്കാൻ പിണറായിയുടെ പാർട്ടിക്കാർ, പേര് പറയുന്നില്ല, ഉണ്ട്. അതുപോലെയല്ല BJP പാരയില്ല. മര്യാദയ്ക്ക് നിന്നോളും. അതാ പ്രശ്നം.